ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴുള്ള ഞങ്ങളുടെ റൂമിൻ്റെ അവസ്ഥയാണിത്. ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഒരു അലമാരിയിലിരുന്ന സാധനങ്ങളാണ് ഇപ്പം ഈ കട്ടിൽ നീളെ ഇങ്ങനെ കിടക്കുന്നത്. തളരരുത് ദാസ, തളരരുതെന്ന് പറഞ്ഞ കൂട്ട് നമുക്കിതെല്ലാം അടുക്കിക്കൊണ്ട് വരാം. എൻ്റെ ഒരു ചെറിയൊരു സംശയം, ഈ അടുക്കിപ്പെറുക്കും ഒക്കെ ഈ വീട്ടമ്മമാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ? അല്ലല്ലോ, വീട്ടച്ഛന്മാർക്കും കൂടെ ചെയ്യാം അല്ലേ? ഇവിടുത്തെ വീട്ടച്ഛൻ ചെയ്തു തരും. ഇപ്പം വീട്ടച്ഛൻ ഡ്യൂട്ടി പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ സഹായിക്കും കേട്ടോ. അന്നേരം ഈ തുണി അടുക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് എന്തുവാണെന്നറിയാമോ? ഞങ്ങളുടെ കൂടെ ജമ്മു കാശ്മീരിൽ ഒരു നേപ്പാളി ദീദിയുണ്ട്. ആ ദീദിയുടെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ദീദി ആണെങ്കിലേ തുണി കഴുകിക്കഴിഞ്ഞാൽ തുണി അടുക്കി വെക്കത്തില്ല. ദീദിക്കൊരു ബോക്സ് ഉണ്ട്, ആ ബോക്സിലോട്ടിടും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ ഈ തുണി ഇങ്ങനെ കശക്കി എടുക്കും. എന്നിട്ട് എന്നെ വഴക്കൊരു, ജ്യോതിക്ക് വേറെ ജോലിയില്ലേ, എന്നിട്ട് ഇത്രയും സമയമൊക്കെ എടുത്ത് ഈ തുണി അടുക്കി പെറുക്കുന്നത്, ദിവസവും കഴുകിയിട്ട് അതിൽ കൊണ്ടിടണം. എന്നും ദീദി തുണി കഴുകും, പക്ഷെ തുണി അടുക്കത്തില്ല, ഈ ബോക്സിൽ കൊണ്ടിട്ട് അടച്ചു വെക്കും. എന്നിട്ട് എവിടെയെങ്കിലും പോകാൻ നേരത്ത് പാൻ്റ് എവിടെ ടോപ്പ് എവിടെ എന്നുള്ള ആ ഒരു ഇതിൽ പുള്ളിക്കാരി ഇങ്ങനെ ആ ബോക്സ് ഫുള്ള് ഇങ്ങനെ കശക്കിയിരിക്കും. അങ്ങനെ ദാണ്ട എൻ്റെ തുണിയെല്ലാം ഞാനില്ല ജൗളിക്കടയിൽ അടുക്കി വെക്കുന്ന കൂട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് എത്ര ദിവസം ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എല്ലാം സെറ്റാക്കി റൂമെല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ വേറെ വിരിച്ച് എല്ലാം നല്ല നീറ്റാക്കി ചിലന്തി വലയൊക്കെ അടിച്ച് ഈ ബോക്സിൻ്റെ മേളിലിരുന്ന സാധനങ്ങളെല്ലാം തരം തിരിച്ച് ഈ ബോക്സിലാക്കി ഞാൻ വെവ്വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ മേളും ഫ്രിഡ്ജിൻ്റെ അകവും അവിടെയെല്ലാം ഞാൻ നല്ല രീതിയിൽ ക്ലീനാക്കി തറയെല്ലാം തുടച്ച്, അതിനുശേഷം ആദ്യം ഇരുന്ന് പഠിക്കുന്ന ടേബിളുണ്ടല്ലോ അവിടെയെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി പഴയ ചവിട്ടി എടുത്ത് മാറ്റിയിട്ട് ഞാൻ പുതിയ ചവിട്ടിയുമൊക്കെ ഇട്ട് നല്ല രീതിയിൽ തൂത്ത് തുടച്ചിട്ടുണ്ട്. അന്നേരം ഇപ്പം ആദ്യം അനുവേട്ടനും വന്നപ്പം ഇത് കണ്ടപ്പോൾ അവർ അമ്പരന്ന് പോയപ്പോൾ ഒരു ഗോഡൗൺ കൂട്ട് കിടന്നെയാണ്. ഇപ്പം എല്ലാം നല്ല നീറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് തേങ്ങ തിരുങ്ങാൻ മടിയുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഈസി പാലപ്പപ്പൊടി. നമ്മൾ പാലപ്പം ഉണ്ടാക്കാൻ നേരത്ത് തേങ്ങയ്ക്ക് പകരം തേങ്ങ ശകലം പോലും ഉപയോഗിക്കേണ്ട. ഇതേൽ ഒരു സ്പൂൺ ഇട്ട് അരച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാം. അതാണ്ട് ഞാൻ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കിയ പാലപ്പമാണ്. ഇതിൻ്റെ കൂട്ട് എവിടെ കിട്ടുന്നതെന്ന് അറിയണമെന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഇതാണ്ട് ഇപ്പോൾ ഈ കാണുന്നത്.